നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. കേരളത്തിൽ ക്രൈസ്തവരെ ആകർഷിക്കാൻ BJP നേതൃത്വം കൊണ്ടുപിടിച്ച ശ്രമം നടത്തുമ്പോൾ ഒറീസയിൽ ക്രൈസ്തവർ BJPയുടെയും സംഘപരിവാറിന്റെയും പ്രവർത്തകരുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ നാടും വീടും വിട്ട് ഓടുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായി ആയിരക്കണക്കിന് ക്രിസ്തുമത വിശ്വാസികളാണ് അവർ താമസിക്കുന്ന ഗ്രാമങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നും പലായനം ചെയ്തതെന്ന് ക്രൈസ്തവ പുരോഹിതന്മാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. ഒറീസയിലെ ധാരാഹട്ട് ജില്ലയിൽ നാരായൺപട്ന, ബോഡ്ഗാവ് എന്നീ രണ്ട് ഗ്രാമങ്ങളിലുള്ള ക്രൈസ്തവ മതവിശ്വാസികൾ കൂട്ടത്തോടെ ആ ഗ്രാമങ്ങൾ ഒഴിഞ്ഞുപോയി എന്നാണ് കാത്തോലിക് കണക്ട് എന്ന ഒരു മാസിക റിപ്പോർട്ട് ചെയ്യുന്നത്. അവിടെ നിരവധി ക്രൈസ്തവ ആരാധനാലയങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കുമെതിരെ വലിയ ആക്രമണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത്രേ. ദളിത് ആദി വിഭാഗത്തിൽ നിന്നും ക്രിസ്തുമതം സ്വീകരിക്കുന്നവരെ വളരെ കർക്കശമായിട്ടാണ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെയും സംഘപരിവാറിന്റെയും ആളുകൾ കൈകാര്യം ചെയ്യുന്നത്. പലരുടെയും വീട് ആക്രമിക്കുകയും ശാരീരികമായി ആക്രമിക്കുകയും ഹിന്ദുമതത്തിലേക്ക് തിരിച്ചു വന്നില്ലെങ്കിൽ നിങ്ങളെ ഈ വീടുകളിൽ താമസിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് വീടുകൾക്ക് തീ കൊളുത്തുകയും ചെയ്യുന്ന അവസ്ഥാവിശേഷം ഒറീസയിൽ ഉണ്ടായി എന്നാണ് ക്രൈസ്തവ മേലധ്യക്ഷന്മാരും ക്രൈസ്തവ സഭകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും പറയുന്നത്. ജോയിന്റ് ക്രിസ്ത്യൻ കൗൺസിൽ അടക്കമുള്ളവർ വളരെ വലിയ തോതിലുള്ള എതിർപ്പും പ്രതിരോധവും ഇക്കാര്യത്തിൽ ഉയർത്തുന്നുമുണ്ട്. കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ ക്രിസ്ത്യാനികളെ ആകർഷിച്ച് തങ്ങളുടെ കൂടെ നിർത്തി സീറ്റുകൾ നേടാനുള്ള BJPയുടെ ശ്രമം ഊർജിതമായി നടക്കുമ്പോഴാണ് ഒറീസയിൽ ദളിതരും ആദിവാസികളുമായ ക്രൈസ്തവർ ഇത്തരത്തിൽ കൂട്ടത്തോടെ വേട്ടയാടപ്പെടുന്നതെന്ന് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. ദളിതരും ആദിവാസികളുമായ ക്രൈസ്തവരുടെ ആരാധനാലയങ്ങളും അവരുടെ കേന്ദ്രങ്ങളും ഗ്രാമങ്ങളും വീടുകളും എല്ലാം ആക്രമിക്കുകയും തീയിട്ടുകയും ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള കൊടിയ പാതകങ്ങൾ തന്നെ അവിടെ നടക്കുന്നുവെന്നാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. ക്രൈസ്തവരെ വീടുകളിൽ താമസിക്കാൻ അനുവദിക്കുന്നില്ല എന്നും മാത്രമല്ല അവരെ നിർബന്ധപൂർവ്വം ഹിന്ദുമതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുന്നുവെന്നും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിർബന്ധപൂർവ്വം ഹിന്ദുമതത്തിലേക്ക് തിരിച്ചു വന്നില്ല എങ്കിൽ അവരെ അവരുടെ ഗ്രാമങ്ങളിൽ താമസിക്കാൻ സമ്മതിക്കില്ല എന്നാണ് സംഘപരിവാറുമായിട്ട് ബന്ധപ്പെട്ട സംഘടനകൾ, ഫ്രിഞ്ച് എലിമെന്റ് ഗ്രൂപ്പുകൾ അവിടെ ഭീഷണിപ്പെടുത്തുന്നത്. ഇത്തരത്തിൽ ഭീഷണി എല്ലാം സഹിച്ച് ഗ്രാമങ്ങളിൽ താമസിക്കുന്നവരുടെ വീടുകൾ തീവയ്ക്കുകയും അവരുടെ വസ്തുവകൾ നശിപ്പിക്കുകയും ആരാധനാലയങ്ങൾ നശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ BJP ഒറീസയിൽ അധികാരത്തിലെത്തിയ ശേഷം ക്രൈസ്തവർക്കെതിരെയുള്ള ആക്രമണങ്ങൾ ഒറീസയിൽ വളരെ അധികമായി പെരുകി വരികയാണെന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മലയാളിയായ ഒരു കന്യാസ്ത്രീയെയും അവരുടെ ഒപ്പമുണ്ടായിരുന്ന 6 പേരെയും ഒറീസയിൽ ട്രെയിനിലിട്ട് ആക്രമിക്കുകയുണ്ടായി. മതം മാറ്റാൻ നടക്കുന്നവർ എന്ന് ആരോപിച്ചുകൊണ്ടാണ് കന്യാസ്ത്രീയെയും അവരുടെ ഒപ്പം ഉണ്ടായിരുന്നവരെയും ക്രൂരമായി ആക്രമിച്ചത്. അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്നടക്കമുള്ള ക്രൈസ്തവ പുരോഹിതന്മാർ നിരന്തരമായി അവിടെ ആക്രമിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുണ്ടെന്ന് മാധ്യമങ്ങൾ പലതും റിപ്പോർട്ട് ചെയ്യുന്നു. ഇക്കാര്യത്തിൽ ക്രൈസ്തവ സംഘടനകൾ പ്രധാനമന്ത്രിക്കും ഒറീസ മുഖ്യമന്ത്രിക്കും ഒക്കെ പരാതികൾ കൊടുത്തെങ്കിലും ആക്രമണത്തിന് യാതൊരു അയവും കുറവും ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേരളത്തിൽ BJPയുടെ ക്രൈസ്തവ സ്നേഹം പൊടിപൊടിക്കുമ്പോൾ ഒറീസയിൽ ക്രൈസ്തവർ നിർബാധം ആക്രമിക്കപ്പെടുകയാണെന്നും BJP ഭരിക്കുന്ന ഒറീസയിൽ ക്രൈസ്തവർക്ക് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയാണെന്നും പല ക്രൈസ്തവ പുരോഹിതന്മാരും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഹിന്ദുമതത്തിൽ നിന്നും ആളുകളെ ക്രൈസ്തവ മതത്തിലേക്ക് മതം മാറ്റുന്ന ജോലിയാണ് ഇവിടെയുള്ള ക്രൈസ്തവ പുരോഹിതൻ നിർവഹിക്കുന്നതെന്നും അത് അനുവദിക്കുക സാധ്യമല്ലെന്നും ഹിന്ദുമതം വിട്ടുപോയവർ ഹിന്ദുമതത്തിലേക്ക് തന്നെ തിരിച്ചു വന്നില്ല എങ്കിൽ അവർക്ക് ഇവിടെ താമസിക്കാൻ തങ്ങൾ അനുവദിക്കുന്നില്ലെന്നുമുള്ള ധാർഷ്ട്യത്തോടുള്ള മറുപടിയാണ് അവിടുത്തെ RSSന് കീഴിലുള്ള സംഘടനകൾ നൽകുന്നതെന്നും ക്രൈസ്തവ പുരോഹിതർ കുറ്റപ്പെടുത്തുന്നു. ഏതായാലും ഒറീസയിൽ ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അതിശക്തമായി പെരുകയാണെന്നും സംസ്ഥാന സർക്കാർ നോക്കുകുത്തിയായി നിൽക്കുകയാണെന്നും ജോയിന്റ് ക്രിസ്ത്യൻ കൗൺസിൽ അടക്കമുള്ളവർ പരാതിപ്പെട്ടിട്ടുണ്ട്.